ഹലോ. അപ്പൊ നമ്മളെവിടെയാണ്? നമ്മളുടെ വീട്ടിലടി. Day 2 in Ilford. ഇൽഫോർഡിൽ എവിടെയാണ്? ലണ്ടനിലെ ഒരു കുഗ്രാമം, ആർക്കും വേണ്ടാത്ത മലയാളികൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഗൈസ് ഇൽഫോർഡ്. അപ്പൊ നമ്മള് ബെഡ് കോഫി, ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു. ഞാനെന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോട്ടെ. ഈ ലോട്ടസിന്റെ ബിസ്ക്കറ്റിന്റെ പൊടി വെച്ചിട്ടാണ് നമ്മൾ മെഗ്ഡിയിലെ ബിസ്കോ ഫ്രാപ്പ ഉണ്ടാക്കുന്നത്. അത് ഇപ്പോഴാണ് അറിയുന്നത്. എങ്ങനെ ഉണ്ടാക്കാ അറിയില്ല, എനിക്കറിയില്ല. ആരാട്ടാ ഞാൻ ആരാ? അപ്പൊ ഒരുങ്ങിട്ട് വേണം. ബൈ. അത് കൊള്ളാം കേട്ടോ. ആ സാധനം എവിടെ നിന്ന് കിട്ടിയത്? എവിടെ നിന്നോ? ഐലൈനർ വരയ്ക്കാൻ അറിഞ്ഞൂടെ എടി. എപ്പോഴെങ്കിലും ഞാൻ ഈ 2 വിങ് ഒരുമിച്ച് വരയ്ക്കൂടി. ഇതുവരെ വരച്ചിട്ടില്ല അടി. ഒന്നും ഉള്ളാങ്കി ഒന്നും കൊള്ളു, ഒന്നും ഉള്ളാങ്കി ഒന്നും. ആ പിന്നെ അല്ലാതെ ഓഫ്കോഴ്സ് ഗൈസ്. അപ്പോൾ 2 മണിക്കൂറത്തെ ഡിസ്കഷന് ശേഷം ആൻഡ് ഡ്രസ്സിങ് അടിപിടിക്കൊക്കെ ശേഷം നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഏറ്റവും ലേറ്റ് ചെയ്ത മാളുവാണ്. എന്റെ കസിനായോണ്ട് പറയല്ല, നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്നെക്കാളും ഞാനോർത്ത് ഞാൻ മാത്രാണ് വള്ളിയെന്ന്. എന്നെക്കാളും പെരിയ പെരിയ വള്ളിയാണ് അവൾ. ഓക്കെ, നമ്മളത് എന്നിട്ട് പോകുന്ന വല്ല പേടിയുണ്ടോ? വിളിച്ചു വരുത്തിട്ട് ഒരുമാതിരി. എവിടൊക്കെ പോകുന്ന ഹബി? ഷെഫീൽഡ് കയറി പോകും. വില്ലിംഗ്സ്റ്റൺ പാർക്കോ? നോർത്ത് ഗ്രീനിച്ച്. പൈസ ഇല്ല കയ്യിൽ. പൈസ ഉണ്ടായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അല്ല, പൈസ ഒരു മാറ്റർ അല്ല. ഒരു 100 പൗണ്ട് അയച്ചാ 100 പൗണ്ട് അയക്കുക പറഞ്ഞാൽ എന്റെ സ്നേഹം. 26 വയസ്സായി ആയ കഴിഞ്ഞ അല്ല 26 വയസ്സാണ്. ഞാൻ വല്യമ്മ അതിനെപ്പറ്റി എപ്പോഴും അടികൂടും. 26 ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വല്യമ്മ പറഞ്ഞത് 27 ആയി എന്നാണ്. 26 സ്റ്റാർട്ടിങ് അല്ലേ 26 ബർത്ത്ഡേ. ഞാൻ വല്യമ്മ എപ്പോഴും അടികൂടും. നമ്മളെ വയസ്സിന് കൂട്ടാൻ പാടില്ല കാശ്. ഓ, ഇത് എന്റെ ഉണ്ടായിരുന്നടി, പൊട്ടിപ്പോയി. എന്റെ ആ പിടി കണ്ടില്ല. ഇതില് ബർത്ത്ഡേ ആരുടെ നമുക്ക് പറയാം. ബർത്ത്ഡേ ഇവളെയാണ്. ബസ് സ്റ്റോപ്പിൽ പോവാണെങ്കിൽ പോലും ഉരുട് പോലും വരും കൊണ്ടുവരാത്ത ഞാൻ. ഇതൊക്കെ ആരുടെയാണോ? പക്ഷെ ഇവിടെ ഇവര് താമസിക്കുന്ന വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 10-20 മിനിറ്റ്സ് നടക്കാനുണ്ട് ട്രെയിനിലോട്ട്. അപ്പോ നമ്മൾ നടക്കുകയാണെങ്കിൽ ബോറടിക്കുമല്ലോ എന്ന് വെച്ച ഹബിയുടെ ഒരു ഐഡിയ, നമുക്ക് പാട്ട് പാടാം. ഏത് പാട്ടാ? കിണ്ടി ആയാലോ? കിണ്ടിയിലേതാ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിസ്ക്ലൈമർ ഇടാം. ഹിന്ദി അറിയുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പാടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വലിയ ചീത്തയാണെങ്കിൽ സോറി, ഐ ഡോണ്ട് നോ. നിനക്കറിയാം ഹിന്ദി? എന്നെക്കാളും ഞാനാ കൊള്ളുന്നത്. तुमको पाओ है तो जैसे कोया हो, पहला जाओ दिल तो तुमसे क्या कहूँ, ऐसी जबान मिले वो लफ्ज़ है लबनिया, क्या कहूँ मैं, अगर कहूँ तुम सासी
रात में कभी चाहे अजब कुछ भी नहीं. ഇതാണ് എനിക്കറിയാൻ തോന്നുന്നത്. അടുത്ത ഇന്റർനെക്കം ഗുജറാത്തി കടല കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ പഞ്ചാബി. നിനക്കിതിലൊന്നും അറിയില്ല? ഓ ഇപ്പോഴത്തെ തലമുറ എന്തൊരു ശോകാണല്ലോ അമ്മ. ഇതിനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം കാണാനുള്ളിലുള്ള ഭയമോ കാണാനുള്ള രസമോ. ഗ്രീനിച്ച് മെറിഡിയനിലാണ് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി മാളുവാണ് ടൂർ ഗൈഡ് ആയിരുന്നത്. സോ അവൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോ നോക്കിയില്ല. ഇവിടെ വന്നപ്പോൾ അത് ക്ലോസ് ആയിരുന്നു. സോ ആവശ്യം മാറ്റാൻ വേണ്ടി നമ്മളൊരു ഫുഡ് ലോങ് പറയാൻ പോകുന്നു. അടുത്തെന്താ പരിപാടി? ഇപ്പോൾ ഞാൻ എപ്പോഴും ചോദിച്ചു അടുത്തെന്താ പരിപാടി, അടുത്തെന്താ പരിപാടി. അപ്പൊ ഒന്നും പറയത്തില്ല. ക്ലോസ് ആണോ എന്ന് നോക്കത്തില്ല. Can we have chipotle sauce, please? It doesn't matter, bro. കൈയടിക്കുന്ന ശബ്ദമാണോ അത് വെക്കൂല. അതാണ് ഇവരെ കൂടെ കയറി പോയാലോ? അവരോടെ ഞാൻ പോയി സ്ഥലമെല്ലാം കാണാൻ. ഇവളമാരോടൊക്കെ വന്നു കഴിഞ്ഞാൽ അടക്ക സ്ഥലത്തേക്ക് കൊടിയും പിടിച്ചിട്ട് പോവാം. കോടി പേരിലെ രണ്ട് മായമേ. ഗൈസ്, സോ നമ്മളെ നാൻഡോസിന് പോയി ഫുഡൊക്കെ അടിച്ച് സംഭവം ഞാൻ ഒരു കാര്യത്തിനാൽ ബിസി ആയി പോയി. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ എടുത്തില്ല. എനിക്ക് ഫുഡേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല അവര്. എന്തുകൊണ്ടാണ് ഞാൻ അതിൽ ഇതായെന്ന് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് ഇതായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇതൊക്കെ. ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി വേറൊരു വീഡിയോ എടുക്കും. അടുത്ത നമ്മള് ഇതിന്റെ അടുത്ത് ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ 4 വട്ടം വന്നപ്പോഴും ഞാൻ ലണ്ടൻ ബ്രിഡ്ജിൽ പോയിട്ടുണ്ട്. പിന്നെയും നമ്മൾ പോവാണ്. പിന്നെ ഇത് ലണ്ടൻ ആയതുകൊണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര അധികം പേടിയുണ്ട്. എന്റെ ഫോണിൽ എങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ. അങ്ങനെ എടുത്തിട്ട് പോകും. ചിക്കൻ ബുക്കിന്റെ ഒന്നും അല്ല, അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകുന്നില്ലയോ? ഫോണൊന്നും അടിച്ചു മാറ്റി പോയിരുന്നു. പ്രാർത്ഥിക്കുന്നു ഗൈസ്. ഒരു ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തോടെ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത എന്നോട് ഈ ഫോണും കൂടെ പോയാൽ ഞാൻ ഇല്ലാണ്ടാവും ഗൈസ്. ഇല്ലാണ്ടാവണം നീ. ആവണം. കേറി പോന്നു. ആയേ പറ്റൂ. എടി ഇതേറെ സ്ഥലം ഇത് ഓറ്റുമല്ലേ? ഒന്ന് ചുറ്റി കളിച്ചിട്ട് വന്നത്. ചുറ്റി ചുറ്റി കാണിച്ചല്ലോ. ആൾക്കാരൊക്കെ ഒരുമാതിരി നോക്കുന്നുട്ടോ. അഭി ഇൻട്രോവേർട്ട് ആയിരുന്നു. വിജയം ഇൻവെർട്ടർ ആയിരുന്നു. എന്ന് അഭി എന്റെ കൂടെ റൂം മാറിയോ അന്ന് മുതൽ അഭി നശിച്ചു തുടങ്ങി. ഈ ഫോൺ ഇങ്ങനെ വെച്ചിരിക്കൊണ്ട് എല്ലാരും ഒരുമാതിരി നോക്കുന്നു. ബസ്സിൽ നമ്മളെ വീഡിയോ എടുക്കും. ബാക്ക് നോക്കിയേ, ഇതില് ബാക്ക് നോക്കിയേ. നോക്കുന്നില്ലെങ്കിൽ സൺസെറ്റ് നോക്കിയേ. നോക്കുന്നില്ലെങ്കിൽ Guys, we have reached Tower Bridge, London Bridge. പോയി. ഒരുത്തിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അവളതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോയേക്കും. ഗൈസ് ഭയങ്കര തിരക്കായുണ്ട്. ഈ ഫോൺ എടുക്കാൻ പേടി. സൺലൈറ്റിൽ എന്നെ കാണാൻ എന്ത് രസാ. ഞാൻ വരുമ്പം ഭംഗിയുണ്ടോ?
തന്നിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞോ ഇല്ല. എൻ്റെ പ്യുവർ വാട്ടർ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഹബിക്ക് അത് വേണ്ട. ഹബിക്ക് ഈ പ്രോസസ്ഡ് സാധനങ്ങളെ വേണ്ടു. എന്താണ് ആ കുപ്പിക്ക് എന്താണ് കുഴപ്പം? എനിക്ക് വേണ്ട ഒരു കുഞ്ഞി കുപ്പി. പക്ഷെ ഞാൻ ഷെയറിംഗീസിന് ഓക്കെയാണ്. എന്താ വിചാരിച്ച മറ്റേ പീച്ച് ആ സാധനമാണോ പിടിച്ചേനെ? സൺഫ്ലവർ ഐസ് ടീയെ കുച്ചു. എന്താ ചെയ്യാ, പോയില്ലേ ഗൈസ്? അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് ഒക്കെ പോയിട്ട് ഞങ്ങൾ വന്നേക്കുന്നത് തിരിച്ചെങ്ങോട്ടാണ്? ഞങ്ങളുടെ അവിടെ എല്ലാം ഇതാണ്. ഈൽഡ്, ഷെഫീൽഡ്, ഡ്രോൺ ഫീൽഡ്, മാക്സ് ഫീൽഡ്. ഓക്കെ, സോ നമ്മളിപ്പം ABD കലാമിനെ കാത്തിരിക്കുകയാണ്. ABD കലാം വന്നിട്ട് നമ്മള് അമൃതനെ കാണാൻ പോകും ഗൈസ്. അമൃത ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ അവള് ഷെഫീൽഡിലായിരുന്നു. ഒന്ന് ഓഫ് ചെയ്യോ? ഒരു കാര്യം പറയുമ്പോ അവള് ഷെഫീൽഡിലായിരുന്നു. അപ്പൊ ഷെഫീൽഡിൽ നിന്ന് അവള് ജോലി കിട്ടിയിട്ട് അവള് വന്നിട്ടുണ്ട് ഇവിടെ ഇൽഫോർഡില്. അവളും ലക്കിലി ഇൽഫോർഡിലാണ്. ഞങ്ങൾ അവളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോ കാണാം. ബൈ. ജോലി കേട്ടു അങ്ങോട്ടാണോ? ഇങ്ങോട്ടല്ലേ? എനിക്കറിയോ. അടിപൊളി. എന്താ സംഭവം? ഞങ്ങള് നാൻഡോസിന്ന് ചിക്കൻ വാങ്ങിച്ചു ഗൈസ്. പക്ഷെ ഞങ്ങൾ അത് അവിടെ വെച്ച് മറന്നു. സോ ഞങ്ങളുടെ ഇക്കാച്ചി അത് വാങ്ങിക്കാൻ ആകെ കൊണ്ടുവന്ന ഒരു കവറാ. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഡിമെൻഷ്യ ഉണ്ട്. എനിക്ക് ഡിമെൻഷ്യ മാത്രല്ല, ഇവിടെ ഊളംപാറയില് അഡ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഗൈസ്. അവിടുത്തെ എന്റെ സീനിയർ ആയിരുന്നത് അല്ല, ഞാൻ അവിടുത്തെ ഇവിടെ ഡോക്ടർ ആയിരുന്നു ഞാൻ. നിങ്ങളെങ്ങനെ ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ ഇതിനൊക്കെ? രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വെച്ച് ട്യൂഷൻ വേണ്ട, ഞങ്ങള് മാസ്റ്ററാണ് വരുന്നത്. സ്ലോ മോഷനിൽ കാണാ. അത് ചാവല്ലേ വണ്ടി ഇടിച്ചു. അതിനപ്പുറത്ത് കൂടെ എന്തിനാണ് നീ എന്നെ വിളിച്ചത്? രക്ഷക നമ്മൾ അമൃതയുടെ വീട്ടിലെത്തിക്കുകയും ഹലോ അബ്ദു, നീ നോക്കി അടിച്ചോടാ? ഇത് ഞങ്ങളുടെ സ്വന്തം ഇത് രാവിലെ തന്നെ കാണാനെങ്കിലും പേരുണ്ട്. ഇതൊക്കെ പൊങ്ങി വന്നപ്പോ ഞാനങ്ങ് കാണാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയും. ഇതെന്തോടെ സ്ലേറ്റ്? ഇതാണ് ടാബ്ലറ്റ്. ഇത്രയും വലിയ TV ഉണ്ടിട്ട് അയക്കുന്നില്ല ആ ഫോണ്. വണ്ടീനെ കുറിച്ചൊരു ഓരോ വിദ്യാഭ്യാസം ചെമ്പികളോ നിന്റെ ചുംബികളോ എന്തെടി നിൽക്കുന്ന വണ്ടുകളോ. ടിക്ടോക്കിലൊക്കെ ഉണ്ട്.
ഞങ്ങളൊരു ടെസ്ല എടുത്ത് സൂപ്പർ മോഡലാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് യൂട്യൂബേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാള് ടിക്ടോക്ക് എടുത്ത് കാണിച്ചു. ഞങ്ങൾക്ക് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് കാണിച്ചു. അയാൾ അതിൽ നിന്ന് കുറെ വാരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നാളത്തോടെ ഞാൻ ടിക്ടോക്കിൽ പൈസ കിട്ടുന്ന ഇവിടുത്തെ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്, ബംഗ്ലാദേശ്. Turn right onto Wanstead Park Road. ഗൂഗിൾ മാപ്പ് ഒക്കെ മാറ്റി അയാളെ വീഡിയോ കാണിച്ച് അവസാനം വഴി തെറ്റി. എന്തോ പറയാനോ വഴി അറിയത്തില്ല. വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ട് ഒന്നും അറിയില്ല. This is the car. I really loved it. That was so good. Yes, I am. I know. Bye, brother. Thank you. ഓ സീൻ തന്നെ. അപ്പോ 10-12 മണിയായി. നമ്മൾ തിരിച്ച് വീടെത്തി. സോ ടുഡേ വാസ് ഗുഡ്. സോ മെനി മെമ്മറീസ്. അപ്പൊ നാളെ ഡേ 3 അല്ലേ? എല്ലാം ഉണ്ടാക്കിയാണെങ്കിൽ അപ്പൊ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു. Bye. Good night. Good night. മതി.